വിവാഹ ചടങ്ങുകൾക്കിടയിലും വോട്ടവകാശം രേഖപ്പെടുത്താൻ നവദമ്പതികൾ പോളിംഗ് ബൂത്തിലെത്തി. ആലുവ എടയപ്പുറം ചൊല്ലുങ്കൽ മനോഹരന്റെ മകൾ അഖിലയാണ് കതിർ മണ്ഡപത്തിൽ നിന്നും ഭർത്താവ് ശരത്തിനോടൊപ്പം പോളിംഗ് ബൂത്തിലെത്തിയത്. ആലുവ എടയപ്പുറം വെള്ളം ഭഗവതി ക്ഷേത്രത്തിലെ താലികെട്ടൽ ചടങ്ങിന് ശേഷം നവവധു അഖില നേരെ ചെന്ന് കയറിയത് പോളിംഗ് ബൂത്തിലേക്കാണ്. ഭർത്താവ് ശരത്തിനോടൊപ്പമാണ് തൻ്റെ ബൂത്തായ എടയപ്പുറം KMC LP സ്കൂളിലെ 112 നമ്പർ ബൂത്തിലെത്തിയത്. കല്യാണ ദിവസമായതുകൊണ്ട് വോട്ട് ചെയ്യണമല്ലോ, അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് അതിനൊപ്പം കയറിയത്. പിന്നെ ജനാധിപത്യത്തിൽ ഒരു വോട്ട് ചെയ്യേണ്ടത് ഓരോ പൗരന്റെ കടമയാണ്, അതുകൊണ്ടാണ്. 11:30 മുഹൂർത്തം കഴിഞ്ഞ് ചടങ്ങുകൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഇനി ഹോളിലേക്ക് പോകണം, വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതെ നടക്കുന്നു. അല്ലാതെ മാം സാർ ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കയറണം, എല്ലാരും അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളെല്ലാം ഇനി കെട്ട് കഴിഞ്ഞ് നേരെ ഹോളിലേക്ക് പോവാൻ പോവാണ്. അതിന്റെ ഇടയിലാണ് വോട്ട് ചെയ്യാൻ വന്നത്. അതെ അതെ, എല്ലാം വീട്ടിൽപ്പെട്ടവരെല്ലാരും വിളിച്ചവരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോട്ട് അങ്ങനെ ഒഴിവാക്കാൻ പാടില്ലല്ലോ, ഒരു പൗരന്റെ കടമയല്ലേ ഇത്. കല്യാണ ദിവസം ആയാലും ഒരു കടമയായിട്ടാണ് നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇനി ചെറിയൊരു സമയം കണ്ടെത്തി വന്നു. എൻ്റെ പേര് ശരത്ത് എന്നാണ്. എൻ്റെ വോട്ട് ഇവിടെ പാലാരിവട്ടത്താണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അതെ, എല്ലാവരും വോട്ട് ചെയ്യണം. അല്ലല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം എന്തായാലും എൻ്റെ വീട് അടുത്ത് തന്നെ കാരണം അവിടെ പോകുന്നു. ഇപ്പം ഞാനിഞ്ഞി പോകുന്ന വഴിക്ക് വോട്ട് ചെയ്യും. അണിനൊരുങ്ങി വോട്ട് ചെയ്യാനെത്തിയ നവദമ്പതികൾക്കായി നീണ്ട ക്യൂവും വഴിമാറി. എടയപ്പുറം സ്വദേശിയായ അഖിലയ്ക്ക് MMC LP സ്കൂളിലായിരുന്നു വോട്ട്. തൊട്ടടുത്ത ഹാളിൽ വിവാഹ സൽക്കാര ചടങ്ങുകൾക്കിടയിലായിരുന്നു ഇരുവരും ഒന്നിച്ച് വോട്ട് ചെയ്യാനെത്തിയത്. എത്ര തിരക്കുണ്ടെങ്കിലും വോട്ട് ചെയ്യണമെന്ന നിർബന്ധമുണ്ടായിരുന്നുവെന്ന് അഖില പറഞ്ഞു. ഏഴിക്കര സ്വദേശിയായ ശരത്തിന് വീടിനടുത്താണ് വോട്ട്. BA BEd ബിരുദധാരിയാണ് അഖില. സ്വകാര്യ ബാങ്കിൽ മാനേജരാണ് ശരത്ത്. പൗരാവകാശം വിനിയോഗിക്കാത്തവർക്ക് നേരെയാണ് വിവാഹത്തിരക്കിനിടയിലും നിശ്ചയദാർഢ്യത്തോടെയുള്ള അഖില വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ഡെസ്ക്, ആലുവ.